Now we start the third strategy. അപ്പോൾ നമ്മൾ രണ്ട് സ്ട്രാറ്റജികൾ ഓൾറെഡി നമ്മൾ കണ്ടു കഴിഞ്ഞു. വാട്ട് അബൌട്ട് ദ നെഹ്റു മഹലനോബിസ് പ്ലാനിംഗ് സ്ട്രാറ്റജിയും കണ്ടു. അതോടൊപ്പം തന്നെ ആദ്യത്തെ ഹാരോൾഡ് ഡോമർ സ്ട്രാറ്റജിയും കണ്ടു. മൂന്നാമത്തെ ആളുടെ പേരാണ് ഗാന്ധിയൻ സ്ട്രാറ്റജി. പേര് നമുക്ക് വളരെ ഫെമിലിയർ ആണ്, ഗാന്ധിയൻ സ്ട്രാറ്റജി. ഇൻ ദ ഇയർ 1944, 1944 അതായത് ശ്രീമാൻ നാരായൺ അഗർവാൾ കൊണ്ടുവന്നതാണ്. ദാറ്റ് ഈസ് ഗാന്ധിയൻ സ്ട്രാറ്റജി. ദാറ്റ് ഈസ് ശ്രീമാൻ നാരായൺ നാരായൺ അഗർവാളാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇനി ഇതിന്റെ അപ്പം ശ്രീമാൻ നാരായൺ അഗർവാൾ ഇൻ ദ ഇയർ ഓഫ് 1944 ഇൻട്രൊഡ്യൂസ് ഗാന്ധിയൻ സ്ട്രാറ്റജി. അങ്ങനെ ഗാന്ധിയൻ സ്ട്രാറ്റജി നിലവിൽ വന്നു. ഇതിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ടു റേസ് മെറ്റീരിയൽ ആൻഡ് കൾച്ചറൽ, അതായത് മെറ്റീരിയൽ ആൻഡ് കൾച്ചറൽ ലെവൽ ഓഫ് ദ മാസസ്. മെറ്റീരിയൽ ആൻഡ് കൾച്ചറൽ ലെവൽ ഓഫ് ദ മാസസ് റേസ് ചെയ്യുക എന്നുള്ളതാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. നേരത്തെ പറഞ്ഞതിൽ നിന്നും വിഭിന്നമായിട്ടാണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത്. ഗാന്ധിയൻ പ്ലാന്റെ പ്രത്യേകത എന്താ? മെറ്റീരിയൽ ആൻഡ് കൾച്ചറൽ ലെവൽ ഓഫ് ദ മാസസ്. മാസസ് എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ ഭൗതികം, മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഭൗതികം, കൾച്ചറൽ എന്ന് പറഞ്ഞാൽ സാംസ്കാരികവും ഭൗതികമായ നില ഉയർത്തുക എന്നുള്ളതാണ് ഇതിന്റെ ആവശ്യം. ടു റേസ് ദ മെറ്റീരിയൽ ആൻഡ് കൾച്ചറൽ ലെവൽ ഓഫ് ദ മാസസ് ജനങ്ങളുടെ മെറ്റീരിയലായിട്ടും കൾച്ചറലായിട്ട് ഭൗതികമായിട്ടും സാംസ്കാരികമായിട്ടുള്ള ലെവല് നില ഉയർത്തുക. എന്താണ് അതിന്റെ ആവശ്യം? ഇത് ഉയർന്നു കഴിഞ്ഞാൽ ഇറ്റ് റേസ് ദ ലെവൽ, ദാറ്റ് ഈസ് ഇറ്റ് റേസ് ദ സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫിന്റെ, അതായത് നമ്മുടെ ജീവിതത്തിന്റെ നിലവാരം ഉയർത്താനായിട്ട് സാധിക്കും. റേസ് ദ സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫ്. അതുകൊണ്ടാണ് ദാറ്റ് ഇറ്റ് ബേസ്ഡ് ഓൺ ഓർ റേസ് ദ കൾച്ചറൽ ആൻഡ് മെറ്റീരിയൽ ലെവൽ ഓഫ് ദ മാസസ്. സാംസ്കാരികവും അതുപോലെ തന്നെ നമ്മുടെ ഭൗതികവുമായ മാറ്റങ്ങൾ ലെവല് നമ്മളിൽ ഉയർത്തുകയാണെങ്കിൽ ഇറ്റ് റേസ് ദ സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫ്. ജനങ്ങളുടെ നിലവാരത്തിൽ നമ്മൾ പറയും നല്ല നിലവാരമുള്ള ഒരാളാണ് അല്ലേ. അപ്പൊ അത് നമ്മുടെ സംസ്കാരം ഇങ്ങനെയാണ്, നല്ല വീട്ടിൽ നിന്ന് വന്ന ആളാണ്, നല്ല സംസ്കാരമുള്ള കുട്ടിയാണെന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഇത് നമ്മുടെ എന്തിനെ ബാധിക്കുന്നു? ലൈഫിനെ അത് ഉയർത്താനാണ്, അല്ലെങ്കിൽ നിലവാരം ഉയർത്താൻ സാധിക്കുന്നു. ഇതാണ് ഗാന്ധിയൻ സ്ട്രാറ്റജിയുടെ ഒബ്ജക്റ്റീവായിട്ട് പറയുന്നത്. മാത്രമല്ല ഇറ്റ് എംഫസൈസ് സയന്റിഫിക് ഡെവലപ്മെന്റ് ഓഫ് അഗ്രികൾച്ചർ. കൃഷി എങ്ങനെ വേണം? സയന്റിഫിക് രീതിയിലുള്ള കൃഷി കൊണ്ടുവരണം. സയന്റിഫിക് മെത്തേഡ് ഓഫ് അഗ്രികൾച്ചർ അല്ലെങ്കിൽ സയന്റിഫിക് ഡെവലപ്മെന്റ് ഓഫ് അഗ്രികൾച്ചർ. കൃഷി ഇന്ന് അതായത് നമുക്കറിയാം പണ്ട് കാലങ്ങളിലെ കാർഷിക മേഖല തനതായ, അതായത് വേണ്ടത്ര രീതിയിൽ ആധുനികത, നമ്മൾ ഇന്നലെ കണ്ടതാണ് മോഡേണൈസേഷൻ അല്ലേ. അതായത് നമ്മുടെ ഇക്കണോമിക് പ്ലാനിങ്ങിൽ ഒരു പ്രധാന ലക്ഷ്യമാണ് മോഡേണൈസേഷൻ കൊണ്ടുവരിക. അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഹരിത വിപ്ലവത്തിൽ കൂടെ ഹൈ യീൽഡിംഗ് വെറൈറ്റി പ്രോഗ്രാം കൊണ്ടുവന്ന് കാർഷിക നില മെച്ചപ്പെടുത്തി. അത് തന്നെയാണ് ഇതിലേയും പറയുന്നത്. അതായത് സയന്റിഫിക് ഡെവലപ്മെന്റ് കാർഷിക മേഖലയിൽ കൊണ്ടുവരിക. മാത്രമല്ല വില്ലേജ് ആൻഡ് കോട്ടേജ് ഡെവലപ്മെന്റ് ഓഫ് ഇൻഡസ്ട്രി. വില്ലേജ് ആൻഡ് കോട്ടേജ് ഡെവലപ്മെന്റ് ഓഫ് ഇൻഡസ്ട്രി. നമുക്കറിയാം നമ്മുടെ വ്യവസായങ്ങളൊക്കെ എങ്ങനെയുള്ളതാണ്? ഗ്രാമ വ്യവസായങ്ങൾ, അതുപോലെ തന്നെ കുടിൽ വ്യവസായങ്ങൾ, അത് കൂടുതലായിട്ട് വികസിപ്പിക്കുക. അപ്പം കൃഷി കൂടുതലായിട്ട് ആധുനികവൽക്കരിക്കുക, അതാണ് സയന്റിഫിക് ഡെവലപ്മെന്റ് ഓഫ് അഗ്രികൾച്ചർ. നമ്മുടെ വ്യവസായങ്ങൾ കുടിൽ വ്യവസായങ്ങളാണ്, ഗ്രാമ വ്യവസായങ്ങൾ ചെറുകിട വ്യവസായങ്ങളാണ്, അവർ കൂടുതലായിട്ട് വികസിപ്പിക്കുക. മാത്രമല്ല ഇറ്റ് എംഫസൈസ് എംപ്ലോയ്മെന്റ് ഓറിയന്റഡ് പ്രോസസ് rather than production oriented. That is, it stress on employment oriented. ഗാന്ധിയം അതായത് സ്ട്രാറ്റജിയിലെ എംപ്ലോയ്മെന്റ് ഓറിയന്റഡ് പദ്ധതികൾക്കാണ് കൂടുതൽ പ്രാധാന്യം, rather than production oriented. ഉൽപാദിത ഓറിയന്റിനേക്കാൾ കൂടുതലായിട്ട് ജനങ്ങൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഗാന്ധിയൻ പ്ലാനിംഗ് സ്ട്രാറ്റജിയുടെ പ്രത്യേകത. ദീസ് ആർ ദ മെയിൻ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. അപ്പം എന്താണ് ഗാന്ധിയൻ സ്ട്രാറ്റജി എന്ന് പറയാം? 1944 ശ്രീമാൻ നാരായൺ അഗർവാളാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇതിന്റെ പ്രത്യേകത, ഇതിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽ ആൻഡ് കൾച്ചറൽ ലെവൽ റേസ് ചെയ്യുക മാസസിന്, കേട്ടോ. ടു റേസ് ദ മെറ്റീരിയൽ ആൻഡ് കൾച്ചറൽ ലെവൽ ഓഫ് ദ മാസസ്. അത് കൂട്ടുക. ഇതുവഴി സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫ് ഉയരാനായിട്ട് സാധിക്കുന്നു. മാത്രമല്ല കൃഷി കൂടുതലായിട്ട് സയന്റിഫിക് രീതിയിൽ കൊണ്ടുവരിക, പ്ലസ്
അതോടൊപ്പം ഡെവലപ്മെന്റ് ഓഫ് വില്ലേജ് ആൻഡ് സ്മോൾ സ്കെയിൽ അല്ലെങ്കിൽ കോട്ടേജ് ഇൻഡസ്ട്രി. എന്നിട്ട് പറയുന്നു കൂടുതലായിട്ട് എംപ്ലോയ്മെന്റ് ഓറിയന്റഡ് പ്രോഗ്രാം ആയിരിക്കണം rather than പ്രൊഡക്ഷൻ ഓറിയന്റഡ്. ദീസ് ആർ ദ മെയിൻ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഓഫ് Gandhian strategy. And last is that LPG strategy. This is the final strategy of economic planning. That is LPG strategy. From the word you got some idea. അല്ലെ ഈ പേര് കേൾക്കുമ്പോൾ നമുക്കറിയാം LPG ആരാ, ലിക്വിഡ് പെട്രോളിയം ഗ്യാസ് അല്ല. ഇക്കണോമിക് സ്റ്റുഡൻസിന് ആരാണത്? ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ, അത്തരത്തിലുള്ള സ്ട്രാറ്റജി. ഇത് കൊണ്ടുവന്നത് 1991 ഡോക്ടർ മൻമോഹൻ സിംഗ് നരസിംഹറാവു ഗവൺമെന്റിന്റെ സമയത്താണ് കൊണ്ടുവന്നത്. ഇറ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ഡോക്ടർ മൻമോഹൻ സിംഗ്, ദാറ്റ് ഇസ് അണ്ടർ ദ നരസിംഹറാവു ഗവൺമെന്റ്. അപ്പൊ നരസിംഹറാവു സർക്കാരിന്റെ സമയത്താണ് ഈ പരിഷ്കാരം ആവിഷ്കരിച്ചിട്ടുള്ളത്. എന്തൊക്കെയാണ് ഇതിന്റെ പ്രത്യേകത? ഇറ്റ് അവോയ്ഡ് ലൈസൻസ് പെർമിറ്റ് രാജ്. ഇപ്പൊ നമുക്കറിയാം ലൈസൻസ് പെർമിറ്റ് രാജ്യമാണ് ഇവിടെ നിലനിന്നത്, അത് ഇല്ലാതാക്കി. അതിന് പകരം കൂടുതലായിട്ട് ലിബറലൈസേഷൻ മെക്കാനിസം കൊണ്ടുവന്നു കേട്ടോ. ഇപ്പൊ നമുക്കറിയാം ലൈസൻസിൽ കൂടെ ഇപ്പം പല ഇൻഡസ്ട്രിയൽ പോളിസികൾ നമ്മൾ പഠിച്ചു. ആ ഇൻഡസ്ട്രിയൽ പോളിസിയുടെ പ്രത്യേകത എന്താ? സർക്കാർ കൊടുക്കുന്ന ലൈസൻസ് ഉണ്ടെങ്കിൽ, ഇപ്പൊ ഉദാഹരണമായിട്ട് ഗണ്ണ് സൂക്ഷിക്കണമെങ്കിൽ എന്ത് വേണം? നമ്മുടെ കയ്യിൽ ലൈസൻസ് വേണം. ലൈസൻസ് ഇല്ലാത്ത ഒരാൾ ഗണ്ണ് സൂക്ഷിക്കാനായിട്ട് അല്ലെങ്കിൽ കൈവശം വെക്കാൻ പാടില്ല. കാരണം എന്താ? അത് നമ്മുടെ ജീവന് തന്നെ അല്ലെ അപകടം ഉണ്ടാക്കുന്നു. അതുകൊണ്ട് ലൈസൻസ് ഇല്ലാത്ത ഒരാൾ അപ്പം ഇങ്ങനെ ലൈസൻസിന് നിബന്ധന എന്ന ആ നിബന്ധനയിൽ കൂടെ നടക്കുന്ന സർക്കാരാണ് നമുക്കുണ്ടായിരുന്നത്. ഇതുകൊണ്ട് ഈ പ്ലാനിങ്, അതായത് ഈ പ്ലാനിങ് സ്ട്രാറ്റജിയുടെ പ്രത്യേകത ലിബറലൈസേഷൻ, കൂടുതൽ ഉദാരവൽക്കരണവും സ്വകാര്യവൽക്കരണവും ആഗോളവൽക്കരണത്തിന്റെ പ്രസക്തി ഏറി വന്നു. ഇതുകൊണ്ട് അവോയ്ഡ് ലൈസൻസ് പെർമിറ്റ് രാജ്, ലൈസൻസിൽ കൂടെ പെർമിഷൻ കൊടുക്കുന്ന ആ സംവിധാനം റെഗുലേറ്റ് ചെയ്യാനായിട്ട്, കൺട്രോൾ ചെയ്യാനായിട്ട് സാധിച്ചു. മാത്രമല്ല ഇറ്റ് ഓപ്പൺഡ് the areas or the studies which are areas are reserved to the public sector, now it open to the private sector. That is, which in the case of which are the areas are that is reserved to the public sector, now it open to the private sector. ഏതൊക്കെ വ്യവസായങ്ങളാണ്, ഏതൊക്കെ ഇൻഡസ്ട്രീസ് ആണ് പബ്ലിക് സെക്ടറിന്റെ കുത്തകയായ, ഉദാഹരണമായിട്ട് റെയിൽവേ പബ്ലിക് സെക്ടറിന്റെ കുത്തകയാണ്. ഇങ്ങനെയുള്ള, അതായത് ഇത്തരത്തിലെ സർക്കാരിന്റെ, അറ്റോമിക് എനർജി സർക്കാരിന്റെ കുത്തകയിൽ കഴിയുന്ന വ്യവസായങ്ങളെ പതുക്കെ പതുക്കെ ആർക്ക് വിട്ടുകൊടുക്കാൻ തുടങ്ങി? പ്രൈവറ്റ് സെക്ടറിനെ വിട്ടുകൊടുക്കാൻ തുടങ്ങി. ഇപ്പൊ നമുക്കറിയാം പുതിയ നിർമ്മല സീതാറാം നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ വന്നതോടുകൂടി ഇത്തരത്തിലുള്ള ചില പരിഷ്കാരങ്ങൾ ഇവിടെ ആവിഷ്കരിച്ചിട്ടുണ്ട്. അപ്പം ഇതുപോലെ തന്നെ പബ്ലിക് സെക്ടറിന്റെ കുത്തകയായിട്ടുള്ളത് പലതും ആർക്ക് കൊടുക്കാൻ തുടങ്ങി? പ്രൈവറ്റ് സെക്ടറിന് കൊടുക്കാൻ തുടങ്ങി. പിന്നെ മാത്രമല്ല നൗ ഹിയർ ദർ ഇസ് എ allow. Now the government allow FDI. ആരെ FDI? ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ്. അതായത് വിദേശ നിക്ഷേപം സ്വീകരിക്കുക, അല്ലെങ്കിൽ വിദേശ മൂലധനം സ്വീകരിക്കുക എന്നുള്ള പ്രതിഭാസം ഇങ്ങോട്ട് കടന്നു വന്നു. allow foreign direct investment at the same time, not only this, to promote export promotion policy. പല രീതിയിലുള്ള കയറ്റുമതിയെ പ്രചോദിപ്പിക്കുന്ന, എൻകറേജ് ചെയ്യുന്ന പല പോളിസികളും വന്നു. FDIയിൽ കൂടെയും എക്സ്പോർട്ട് പ്രൊമോഷൻ പോളിസിയിൽ കൂടെയും കയറ്റുമതിയെ പ്രോത്സാഹിപ്പിക്കുന്ന നയങ്ങളിൽ കൂടെ എന്തിന് ജനറേറ്റ് ചെയ്യുന്നു? ഇക്കണോമിക് ഗ്രോത്ത് ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. അങ്ങനെ ഇന്ന് കാണുന്ന ഇക്കണോമിക് പ്ലാനിങ് സെൻട്രലൈസിന് പകരം എന്തായിട്ട് വന്നു? ഇൻഡിക്കേറ്റീവ് പ്ലാനിങ് ആയിട്ട് മാറി. നൗ ദ പ്ലാനിങ് ട്രാൻസ്ഫോംഡ് ഇറ്റ് ടു നോട്ട് ദ സെൻട്രലൈസ്ഡ് പ്ലാനിങ്, നൗ ഇറ്റ് കൺസിഡേർഡ് ആസ് ഇൻഡിക്കേറ്റീവ് പ്ലാനിങ്. സെൻട്രലൈസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളെ നിയന്ത്രിക്കുക, എല്ലാം സർക്കാർ നിയന്ത്രിക്കുക. അതിന് പകരം ഇൻഡിക്കേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? ചില സൂചനകൾ കൊടുക്കുക. അങ്ങനെ സർക്കാരിന്റെ നിയന്ത്രണം, അതായത് കൺട്രോൾ റെഗുലേഷൻ എന്നുള്ള സ്ഥാനത്തിനു പകരം സർക്കാർ ആരായിട്ട് മാറി? ഒരു ഫെസിലിറ്റേറ്റർ ആയിട്ട് മാറി. പേര് തന്നെ മാറി അല്ലേ? ഫെസിലിറ്റേറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? ഫെസിലിറ്റി, നമുക്കൊരു സഹായകനായിട്ട് എന്തൊക്കെ സൗകര്യങ്ങളാണ് കൊടുക്കേണ്ടത്, സൗകര്യങ്ങൾ കൊടുക്കുന്ന നല്ലൊരു ഫെസിലിറ്റേറ്റർ ആയിട്ട് അതായത് സർക്കാർ മാറുന്നു. ആരല്ലപ്പം? സർക്കാർ കൺട്രോളർ അല്ല, but the government act as a facilitator, because now avoid the license, avoid the control and avoid the regulations. എല്ലാ നിയന്ത്രണങ്ങളും സർക്കാർ കാറ്റിൽ പറത്താൻ തുടങ്ങി, കൂടുതലായിട്ട് ലിബറലൈസ് ചെയ്തു, സ്വകാര്യ വ്യക്തികളെ കടന്നു വരാനായിട്ട് അനുവദിച്ചു. തന്മൂലം നമ്മൾ എന്ത് ചെയ്യാൻ? സർക്കാർ ഒരു ഫെസിലിറ്റേറ്റർ ആയിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങി. അങ്ങനെ ഇൻഡിക്കേറ്റീവ് പ്ലാനിങ് വന്നു rather than സെൻട്രലൈസ്ഡ് പ്ലാനിങ്. മാത്രമല്ല now here there is a inducement.
പ്ലാനിങ് ബൈ ഇൻഡ്യൂസ്മെന്റ് റാദർ ദാൻ ഇമ്പറേറ്റീവ് പ്ലാനിങ്. ഇമ്പറേറ്റീവ് പ്ലാനിങ് അതായത് ഇത്തരത്തിലുള്ള വളരെ കൺട്രോളിംഗ് സിസ്റ്റമുള്ള പ്ലാനിങ് അല്ല. ഇപ്പൊ എന്ത് പ്ലാനിങ് ഉള്ളത്? ഇൻഡ്യൂസ്മെന്റ്, നമുക്ക് കൂടുതലായിട്ട് പ്രചോദനം കൊടുക്കത്തക്ക പ്ലാനിങ് നിലവിൽ. ദിസ് ഇസ് നോൺ ആസ് ദാറ്റ് ഇസ് LPG strategy. അപ്പം ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ ദാറ്റ് ഇൻട്രൊഡ്യൂസ് ഇൻ ദ ഇയർ ഓഫ് 1991. അപ്പൊ LPG സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ 91 ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ് കൊണ്ടുവന്നത് നരസിംഹറാവു ഗവൺമെന്റിന്റെ സമയത്ത്. അന്ന് നമുക്കുണ്ടായിരുന്ന സംവിധാനമായിരുന്നു ലൈസൻസ് പെർമിറ്റ് രാജ്. അത് നമ്മൾ പാടെ നീക്കിക്കളഞ്ഞു. അത്തരത്തിൽ പെർമിഷൻ കൊടുക്കുക, ലൈസൻസിൽ പെർമിഷൻ കൊടുക്കുക, അതിന്റെ ആവശ്യമില്ല. കൂടുതലായിട്ട് ലിബറലൈസ് ചെയ്യുക, കൂടുതലായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇത്തരത്തിൽ ഉദാരവൽക്കരണം, ജനങ്ങൾക്ക് കൂടുതലായിട്ട് സ്വാതന്ത്ര്യം കൊടുക്കുക. മാത്രമല്ല പബ്ലിക് സെക്ടറിന് കൊടുക്കേണ്ട ചില ഏരിയകൾ പബ്ലിക് സെക്ടർ റിസർവ് ചെയ്തിട്ടുണ്ട്. ആ ഏരിയ മുഴുവൻ ആർക്ക് വിട്ടുകൊടുക്കാൻ തുടങ്ങി? പ്രൈവറ്റ് സെക്ടറിനെ വിട്ടുകൊടുക്കും. നൗ വിച്ച് ആർ ദ ഏരിയാസ് ആർ റിസർവ് ടു ദ പബ്ലിക് സെക്ടർ, നൗ വിറ്റ് ട്രാൻസ്ഫർ ടു ദ പ്രൈവറ്റ് സെക്ടർ. അതിന് സ്വകാര്യ വ്യക്തികളെ അത് ഇങ്ങോട്ട് കടന്നു വരാനായിട്ട് അനുമതി കൊടുക്കുന്നു. മാത്രമല്ല FDI, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ സ്വീകരിക്കുന്നു. എക്സ്പോർട്ട് പ്രൊമോഷൻ പോളിസി കൊണ്ടുവരുന്നു. ഇത് ഇക്കണോമിക് ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുന്നു. ഇനി നമ്മുടെ പ്ലാനിങ്ങിന്റെ സ്ട്രക്ചർ തന്നെ മാറ്റി. സെൻട്രലൈസ്ഡ് പ്ലാനിങ്ങിന് പകരം ആരായിട്ട് മാറി? ഇൻഡിക്കേറ്റീവ് പ്ലാനിങ് ആയിട്ട് മാറി. അങ്ങനെ സർക്കാരിന്റെ റോളിൽ മാറ്റം വന്നു. സർക്കാർ ആരാണ്? ഒരു കൺട്രോളർ അല്ല, അല്ലെ, ഒരു നിയന്ത്രിക്കുന്ന ആളല്ലാതെ ഫെസിലിറ്റേറ്റർ ആയിട്ട് എല്ലാവരെയും സ്വീകരിക്കുന്ന, നമ്മളെ സഹായിക്കുന്ന ഒരാളായിട്ട് മാറുന്നു. അങ്ങനെ ഇമ്പറേറ്റീവ് പ്ലാനിങ് പകരം ഇൻഡ്യൂസ്മെന്റ് പ്ലാനിങ് ആയിട്ട് മാറി. These are the main points are included in the case of the LPG strategy. Now we completed 4 important strategy: Harrod-Domon, then Nehru, Mahalanobis, Gandhian, and lastly that LPG strategy. These are the main important strategies are included here. അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇതെൻ്റെ റിക്വസ്റ്റഡ് വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ ചോദിച്ചതിൽ നിന്നും കമൻ്റ് ഇട്ട ചില സംഭവങ്ങളാണ് ഞാനിവിടെ പറയുന്നത്. ഇനി ഇതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ്, അതുപോലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് ഞാനിവിടെ നിങ്ങൾക്ക് പറ്റുന്ന സമയങ്ങളിൽ ഷെയർ ചെയ്യാം. ഏതൊക്കെയാണ് ഇതിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്നത് അത് പറയാം. എന്നിട്ട് നിങ്ങൾ പഠിക്കുക, പരീക്ഷയ്ക്ക് നല്ലപോലെ ഒരുങ്ങുക. താങ്ക് യു ഫോർ വാച്ചിങ്.